ഹലോ, ഇന്ന് നമുക്ക് ലിറ്റിൽ ഹാർട്ട്സ് എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. അച്ഛന്റെ പ്രണയത്തെ സപ്പോർട്ട് ചെയ്യുന്ന മകൻ, എല്ലാ പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുന്ന നായകന് സ്വവർഗ അനുരാഗികളുടെ പ്രശ്നം പരിഹരിക്കാനാകുന്നില്ല. എന്താണതെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുമ്പോൾ ഒരു കുഞ്ഞി കഥയാണ് കാണിക്കുന്നത്. നായകനായ സിബിയുടെ അമ്മ മരിച്ചതിനു ശേഷം അച്ഛനായ ബേബിയാണ് സിബിയെ നന്നായി വളർത്തിയതും. സിബിക്കാണെങ്കിലോ ബേബിയെ വലിയ ഇഷ്ടമാണ്. ബേബി ഇല്ലാതെ സിബിക്ക് ജീവിക്കാനും പറ്റില്ല. ബേബി തന്റെ അടുത്ത സുഹൃത്തായ ജോൺസന്റെ ഏലത്തോട്ടം നോക്കി നടത്തുകയാണ്. ജോൺസണും കുടുംബവും ബേബിയെയും സിബിയെയും സ്വന്തം കുടുംബത്തെ പോലെയാണ് കാണുന്നതും. ജോൺസണിനും ഭാര്യയ്ക്കും 2 മക്കളുണ്ട്, ഷാരോണും ശോശയും. ഇവരോടൊപ്പമാണ് സിബി വളർന്നതും. ഷാരോൺ ആണെങ്കിൽ UK-യിലാണ്. ശോശയാണെങ്കിലോ അവരുടെ നാടായ പുഷ്പകണ്ഠത്ത് ഒരു ബൊട്ടിക്കൊക്കെ തുടങ്ങി നടത്തുകയാണ്. സിബി വലുതായതിനു ശേഷം ബേബിയും ജോണും തോട്ടമൊക്കെ സിബിയെ ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ വിശ്രമ ജീവിതം ആരംഭിച്ചിരിക്കുകയാണ്. ആ നാട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുമൊക്കെ സിമ്പിളായി പരിഹരിച്ച് ജീവിക്കുകയാണ് സിബി. ആയതിനാൽ സിമ്പിൾ സിബി എന്നാണ് അവനെ അറിയപ്പെടുന്നതും. ബേബി മൊബൈലൊക്കെ വാങ്ങി ഇൻസ്റ്റഗ്രാം എടുത്തതോടെ ബേബിക്ക് ചെറിയ പ്രണയമൊക്കെയുണ്ട്. അതെല്ലാവർക്കും അറിയാം. ഒരിക്കൽ റീൽസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ബേബിയെ കാണാനായി പാപ്പൻ എന്നൊരാൾ എത്തുകയാണ്. അയാളെ കണ്ടതും ബേബി ഇറങ്ങി ഓടി. ഈ പാപ്പന്റെ വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെയുള്ള സഹോദരി സിസിലിയുമായി ബേബി പ്രണയത്തിലാണ്. പാപ്പനാണെങ്കിലോ അതിഷ്ടമല്ല. കാരണം പാപ്പന്റെ സഹോദരിയുമായി വർഷങ്ങൾക്ക് മുമ്പ് ബേബി പ്രണയത്തിലായിരുന്നു. ബേബിയെ ഇഷ്ടമല്ലാത്ത പാപ്പൻ സിസിലിയെ വേറെ കെട്ടിച്ചു. പാപ്പനാണെങ്കിലോ ബേബിയെ കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞ് പുറത്തിരിക്കുമ്പോൾ സിബി അവിടേക്ക് വരും. അപ്പൻ എപ്പോഴേ പോയി കാത്തിരുന്നിട്ട് കാര്യമില്ല, നമുക്കവരെ 2 ആളെയും അങ്ങ് കെട്ടിച്ചാലോ എന്ന് സിബി ചോദിച്ചപ്പോൾ ദേഷ്യം വന്ന പാപ്പനാണെങ്കിലോ അവനെ വഴക്കം പറഞ്ഞിട്ട് മണാലിയിലുള്ള സിസിലിയുടെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടു വരുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ബേബിയും സിസിലിയും അവർ പ്രണയിച്ച് ജീവിക്കുകയാണ്. ബേബിക്കൊപ്പം സിസിലി കറങ്ങാനൊക്കെ പോകും. അന്നായിരുന്നു സിസിലിയുടെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് മണാലിയിൽ പോയ പാപ്പൻ തന്റെ അളിയനെ കാണാനാകാതെ തിരികെ ബസ് സ്റ്റാൻഡിലെത്തിയതും. അവിടെ വെച്ച് ബേബിയെയും സിസിലിയെയും കാണും. പാപ്പനെ കണ്ടതും 2 ആളും ഓടി രക്ഷപ്പെട്ടു. അവരുടെ മനസ്സിലെ പ്രണയം കൂടിക്കൂടി വരികയാണ്. ജോൺസനും ഭാര്യ അനിതയ്ക്കും മകൻ ഷാരോണിന്റെ വിവാഹം നടത്തണമെന്നാണ് ആഗ്രഹം. സിബി എല്ലാം നോക്കി ശരിയാക്കാമെന്ന് പറഞ്ഞവരെ ആശ്വസിപ്പിക്കും. ഒരിക്കൽ ശോശയുമായി കവലയിലേക്ക് സിബി പോവുകയായിരുന്നു. തന്റെ ബൊട്ടീക്ക് നഷ്ടത്തിലാണെന്ന് ശോശ പറയുമ്പോൾ ശോശയെ ഏലം കൃഷി നടത്തുവാനായി സിബി ഉപദേശിക്കും. എന്നാൽ ശോശയ്ക്കാണെങ്കിലോ വലിയ വലിയ ബിസിനസ്സാണ് അവളുടെ മനസ്സിൽ. സിസിലിയുടെ അമ്മായിയമ്മയ്ക്ക് ബേബിയുടെ കാര്യം അറിയാം. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് സിസിലിയുടെ ഭർത്താവ് മണാലിയിലാണ്. അവരെ തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. നീ അവനെ കെട്ടിയാൽ 16 വയസ്സുള്ള പെൺകൊച്ചിനെ എന്തു ചെയ്യും? അവന്മാരെ വിശ്വാസമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് സിസിലി മറുപടി ഒന്നും നൽകുന്നതുമില്ല. അങ്ങനെ ഇരിക്കെ ശോശയ്ക്ക് വേണ്ടി പാപ്പനാണെങ്കിലോ അവരുടെ ഒരു ബന്ധുവിനെ ആലോചിക്കും. ജർമ്മനിയിലാണ് പയ്യന്റെ ജോലി. അവന്റെ പേര് ജോണി. ശോശയുടെ പെണ്ണ് കാണൽ നടക്കുകയാണ്. ജോണിയുടെ സഹോദരിയെ സിബിക്ക് ഒരുപാട് ഇഷ്ടമായി. സിബിയെ അകത്ത് വിളിച്ച് അനിത, നമുക്ക് ആ പെൺകൊച്ചിനെ ഷാരോണിനെ ആലോചിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ സിബി അതിന് സമ്മതിക്കും. അതേസമയം ശോശയുടെ കോൾ സിബിക്ക് വരികയാണ്. പെണ്ണ് കാണാൻ വന്ന ചെക്കനും ശോശയും സംസാരിക്കുമ്പോൾ അവിടേക്ക് സിബിയെ വിളിച്ചു വരുത്തി. ശോശ പറയും, ഞാനും സിബിയും കുറച്ചു നാളായി പ്രണയത്തിലാണെന്ന്. അത് കേട്ട സിബി ഞെട്ടി. ജോണി വിവാഹത്തിൽ നിന്നും ഒഴിവാകാൻ പറഞ്ഞതാണെന്ന് സിബി കരുതി. എന്നാൽ ജോണി പോയതും ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ശോശ പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു പോവുകയാണ്. അത് കേട്ട് ഷോക്കിൽ നിൽക്കുകയാണ് സിബി. ശോശ പറഞ്ഞത് കേട്ട് സിബിക്ക് പനിയും പിടിച്ചു. ബേബിയോട് പോലും അവൻ പറഞ്ഞില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ശോശയെ കാണുമ്പോൾ തന്നെ സിബിക്ക് ടെൻഷൻ ആകുവാനായി തുടങ്ങി. സിബിയുടെ മറുപടി അറിയാനായി അവൾ വീട്ടിലെത്തി. ഞാൻ ആരെയെങ്കിലും കെട്ടി ഡിവോഴ്സായി ഡിപ്രഷൻ അടിക്കണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്നായിരുന്നു സിബിയുടെ മറുപടി. അങ്ങനെ ശോശ സിബിയെ വളച്ചെടുക്കും. 2 ആളും പ്രണയത്തിലുമായി. ഒരിക്കൽ നിനക്ക് എന്ന് മുതലാ എന്നോട് ഇഷ്ടം തോന്നി തുടങ്ങിയത് എന്ന് സിബി ചോദിക്കുമ്പോൾ അവൾ ചിരിക്കുകയാണ് ചെയ്തത്. കുട്ടിക്കാലം മുതലേ ശോശയുടെ മനസ്സിൽ സിബിയാണ്. അങ്ങനെ ഇരിക്കെ ഷാരോൺ ആണെങ്കിൽ UK-യിൽ നിന്നും വരികയാണ്. ഷാരോൺ വല്ലാത്ത ടെൻഷനിലായിരുന്നു. കുറച്ച് കുടുംബകാര്യം സംസാരിക്കണമെന്ന് ഏലം തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന സിബിയെ കണ്ട് പറയുകയാണ്. ഒരിക്കൽ സിസിലിയുമായി പുറത്തുപോയ ബേബിക്ക് സിസിലിയുടെ മകൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന ടെൻഷനാണ്. സിസിലിയുടെ ഭർത്താവ് വർഷങ്ങളായി മണാലിയിലാണ്. ഭാര്യയും മകളെയും കാണാൻ പോലും വരില്ല. സിസിലിയോടൊപ്പം നടന്നു പോവുകയായിരുന്ന ബേബിയെ പാപ്പൻ തടഞ്ഞു നിർത്തി തല്ലുകയും സിസിലിയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ബേബിയെ പാപ്പൻ തല്ലിയതറിഞ്ഞ സിബി കവലയിലെത്തി പാപ്പന്റെ കൂട്ടാളികളെയൊക്കെ തല്ലി. എന്നിട്ട് പാപ്പനെ അവരുടെ കല്യാണം ഞാൻ നടത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് പോകും. അങ്ങനെ ഇരിക്കെ ഷാരോണുമായി പുറത്തുപോയ സിബി ആണെങ്കിൽ വീട്ടുകാർ ഷാരോണിന് വിവാഹം നോക്കുന്ന കാര്യം പറയും.
അപ്പോൾ ഷാരോൺ ആണെങ്കിലോ, ഈ വിവാഹം നടക്കില്ല, എനിക്കൊരു പാർട്ട്ണറുണ്ട്, അടുത്ത മാസം UK വെച്ച് എന്റെ കല്യാണമാണെന്ന് സിബിയോട് പറയും. അത് കേട്ട സിബി ഷോക്കായിപ്പോയി. നമ്മുടെ കൂട്ടര് തന്നെയാണെങ്കിൽ നമുക്ക് അപ്പനോട് സംസാരിക്കാമെന്ന് സിബി പറയും. അങ്ങനെ ഷാരോന്റെ പാർട്ട്ണർ ആണെങ്കിലോ നാട്ടിൽ വരികയാണ്. വരാൻ പോകുന്നത് ഏതോ മദാമയാകുമെന്ന് കരുതി നോക്കി നിൽക്കവേ ഒരു സായിപ്പാണ് വന്നതും. തന്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞ് ആ സായിപ്പിനെ ഷാരോൺ പരിചയപ്പെടുത്തി. ഷാരോൺ ഗേ ആണെന്ന് സിബിക്ക് മനസ്സിലായി. സിബിക്കാണെങ്കിലോ എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ സിബി ഷാരോണിനെ കാണാൻ പോലും കൂട്ടാക്കിയില്ല. ഷാരോൺ സിബിയെ തിരക്കി വീട്ടിലെത്തിയിട്ട് തന്റെ പാർട്ട്ണറിനെയും കൊണ്ട് കറങ്ങാൻ പോകണം, സ്ഥലങ്ങളൊക്കെ കാണിക്കണമെന്ന് പറയുമ്പോൾ അതിന് സിബിക്ക് താല്പര്യമേ ഇല്ല. സിബിക്ക് ഇക്കാര്യം എങ്ങനെ ജോൺസണിനെയും അനിതയെയും അറിയിക്കുമെന്ന ടെൻഷനാണ്. എന്നാലും ഷാരോണിനൊപ്പവും സായിപ്പിനൊപ്പവും കറങ്ങാനായി സിബിയും പോവും. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഷാരോണിന് വേണ്ടി ആലോചിച്ച ജോണിന്റെ സഹോദരിയെ കാണാനെത്തിയ ഷാരോണിനെ ഇഷ്ടമല്ലെന്ന് തന്നെ അവൾ മുഖത്ത് നോക്കി പറഞ്ഞു. കാരണം ശോശ തന്റെ ചേട്ടനോട് നോ പറഞ്ഞതിന്റെ വാശി തീർത്തതാണ്. അവരെ കാണുന്ന സായിപ്പിന് അവർ കപ്പിൾസ് ആണോ എന്ന സംശയമുണ്ടായി. അന്ന് രാത്രി തന്നെ സായിപ്പ് എത്രയും പെട്ടെന്ന് നമ്മുടെ കാര്യം അറിയിക്കണം, എന്റെ പാരന്റ്സ് ഒക്കെ നിന്നെ അക്സെപ്റ്റ് ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ പാവം ഷാരോൺ സായിപ്പിനെ സമാധാനിപ്പിച്ചു. പക്ഷേ അതെല്ലാം അമ്മയായ അനിത കാണുന്നുണ്ടായിരുന്നു. അന്നേ ദിവസം രാത്രി തന്നെ ഗേ കപ്പിൾസിനെ പറ്റിയൊക്കെ സിബി സെർച്ച് ചെയ്യുകയായിരുന്നു. ബേബി അവിടേക്ക് വന്നപ്പോൾ ടെൻഷൻ അടിച്ചിരുന്ന സിബിയോട് കാര്യം ചോദിച്ചു. എനിക്ക് 2 പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഷാരോൺ ഒരു ഗേ ആണെന്നും ആ സായിപ്പ് അവന്റെ പാർട്ട്ണർ ആണെന്നും പിന്നെ ശോശയുമായി താൻ പ്രണയത്തിലാണെന്നും ബേബിയോട് തുറന്നു പറഞ്ഞു. അത് കേട്ടതും ബേബിക്ക് സഹിക്കാനായില്ല. ബേബിക്ക് ചെറിയ നെഞ്ചുവേദനയൊക്കെ വന്നു. അടുത്ത ദിവസം ജോൺസണിനെയും കൊണ്ട് പുറത്തു പോയ സിബി ആണെങ്കിലോ ഷാരോണിനെ കുറിച്ച് പറയുവാനായി ശ്രമിച്ചപ്പോൾ നടക്കില്ല. സിബിക്ക് എന്തോ മാറ്റമുണ്ടെന്ന് ജോൺസൺ പറയുമ്പോഴോ അത് അനിതയുടെ മനസ്സിലും സംശയമുണ്ടാക്കി. അടുത്ത ദിവസം സിബിയെയും കൂട്ടി പള്ളിയിൽ പോയ അനിതയാണെങ്കിലോ സിബിയോട് നിനക്ക് എന്താ പ്രശ്നം, ഷാരോണിനൊപ്പം ഉള്ളത് അവന്റെ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ സിബി എല്ലാ സത്യവും തുറന്നു പറഞ്ഞു. അത് അനിതയ്ക്ക് താങ്ങാനായില്ല. അനിത ഒരുപാട് കരയും. ഷാരോൺ തന്റെ അവസ്ഥ മനസ്സിലൊതുക്കി കഷ്ടപ്പെടുകയാണെന്ന് സിബി പറയുമ്പോൾ സങ്കടം സഹിക്കാനാകാതെ അനിത വീട്ടിലെത്തി ഷാരോണിനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയും. ഷാരോണിന്റെ കാര്യം ജോൺസണിനോടും അനിത തുറന്നു പറഞ്ഞു. 2 പേരും കരയുകയാണ്. അങ്ങനെ ഷാരോണിന്റെ പാർട്ട്ണർ തിരികെ പോവുകയാണ്. സിബിയോട് ഞങ്ങളുടെ സ്നേഹം നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കും, ഷാരോണിനെ നന്നായി നോക്കണമെന്നും ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുമെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് UK പോയി. സിബിയും ശോശയും തമ്മിൽ അടുപ്പമാണെന്ന് ഷാരോണിനറിയാം. തന്റെ അപ്പനും അമ്മയും വീട്ടിൽ മൂഡ് ഓഫ് ആണ്, എന്താ കാര്യമെന്ന് ശോശ സിബിയെ വിളിച്ച് തിരക്കവേ തന്നെ ജോൺസൺ വിഷമം കാരണം തന്റെ കൂട്ടുകാരനായ ബേബിയെ കാണാനായി എത്തി. മദ്യപിച്ചിരുന്ന ബേബിയാണെങ്കിലോ ജോൺസണിനെ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ സിബിയും ശോശയും തമ്മിൽ പ്രണയത്തിലാണെന്നങ്ങ് തുറന്നു പറഞ്ഞു. അത് കേട്ട് ദേഷ്യം വന്ന ജോൺസൺ സിബിയെ തല്ലിയിട്ട് ഇനി തന്റെ വീട്ടിൽ കാല് കുത്തരുതെന്ന് വിരട്ടിയിട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോകുന്നു. അന്ന് രാത്രി തന്നെ ബേബി മദ്യപിച്ച് സിസിലിയെ കാണാനായും പോയി. സിസിലിയുമായി ജനലിനടുത്ത് നിന്ന് സംസാരിക്കവേ സിസിലിയുടെ മകൾ അവരെ പൊക്കി. സിസിലിയോട് നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തിനെ, എനിക്ക് ബേബിയെ ഇഷ്ടമാ, ബേബിക്ക് എന്നെയും. കുറച്ചു നാൾ കഴിയുമ്പോൾ നീ നിന്റെ കാര്യം നോക്കി പോകും, ആർക്കു വേണ്ടി ഞാൻ എന്റെ ജീവിതം കളയണമെന്ന് സിസിലി പറഞ്ഞ് കരയും. മകൾ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ഇരിക്കെ സിബിയെ കാണാതെ അവനെ തിരക്കി വന്ന ശോശയോട് അവളുടെ പപ്പ അവരുടെ ബന്ധത്തെപ്പറ്റി അറിഞ്ഞ കാര്യം തുറന്നു പറയുന്നു. അത് കേട്ടതും ശോശ ഞെട്ടിപ്പോയി. കൂടാതെ ഷാരോൺ ഒരു ഗേ ആണ്, അവന്റെ കൂടെ ഉണ്ടായിരുന്നത് അവന്റെ പാർട്ട്ണർ ആണെന്ന കാര്യം പറയുമ്പോൾ സത്യം അറിഞ്ഞിട്ടും തന്നോട് തുറന്നു പറയാത്തതിന് ശോശയാണെങ്കിലോ അവനുമായി വഴക്കിട്ടിറങ്ങിപ്പോയി. ഷാരോണിനോട് ശോശ സംസാരിക്കുമ്പോൾ നീ എങ്ങനെ കരുതുമെന്നറിയാത്തത് കൊണ്ടാണ് ഞാനൊന്നും തുറന്നു പറയാത്തത് എന്ന് ഷാരോൺ പറയുന്നു. അങ്ങനെയിരിക്കെ ബേബിയും സിസിലിയുമായുള്ള ബന്ധത്തിൽ സിസിലിയുടെ മകൾ സമ്മതിച്ചു. നീ എന്റെ സഹോദരിയാണ്, നമ്മൾ 4 പേരും സുഖമായി സന്തോഷമായി ജീവിക്കുമെന്ന് സിബി ആ കുട്ടിയോട് പറഞ്ഞു. അവൾക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെയിരിക്കെ സിസിലിയുടെ ഭർത്താവ് മണാലിയിൽ നിന്നും ഒരു ഈസ്റ്റർ ദിനത്തിൽ തിരികെ വന്നു. വർഷങ്ങൾക്ക് ശേഷം തന്റെ ഭർത്താവിനെ കണ്ട സിസിലിയും അച്ഛനെ കണ്ട മകളും ഞെട്ടിപ്പോയി. തന്റെ യാത്രകൾക്കിടയിൽ ഭാര്യയും കുഞ്ഞും ഒരു ഭാരമായിരുന്നുവെന്ന് പറയുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു അച്ഛനായിരുന്നില്ല നിങ്ങൾ, അച്ഛന്റെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടേയില്ല, ബേബിയും അമ്മയും തമ്മിൽ ഇഷ്ടത്തിലാണ്, ഞാൻ അവരുടെ വിവാഹം നടത്തുമെന്ന് മകൾ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ തന്റെ ബാഗും എടുത്ത് ഒരു ചെറു പുഞ്ചിരിയോടെ ഇറങ്ങിപ്പോവുകയാണ് ഭർത്താവ് ചെയ്തത്. പുറത്ത് സിബിയും ബേബിയും ഉണ്ടായിരുന്നു. സിസിലിയുടെ ഭർത്താവ് ബേബിയുമായുള്ള അവരുടെ ബന്ധത്തെ അക്സെപ്റ്റ് ചെയ്യും. അയാൾക്ക് ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനോടൊക്കെയാണ് താല്പര്യം, കുടുംബത്തിനെ നോക്കുന്നതിന് ഒരു താല്പര്യവുമില്ല.
ബേബിയും സിബിയും ചേർന്നാണ് സിസിലിയുടെ ഭർത്താവിനെ ബസ് കയറ്റി തിരിച്ച് മണാലിയിലേക്ക് വിട്ടത്. മറ്റൊരു വശത്ത് ശോശ താൻ സിബിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അച്ഛൻ പറയുന്ന ആളിനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്ന് വാക്ക് കൊടുക്കും. അച്ഛന്റെ വിഷമം കണ്ടിട്ടാണ് അവൾ അങ്ങനെ വാക്ക് കൊടുത്തതും. എന്നിട്ട് സിബിയെ വിളിച്ച് ശോശ അവനുമായുള്ള ബന്ധവും പറഞ്ഞ് അവസാനിപ്പിച്ചു. ജോൺസൺ തന്റെ മകന്റെ മനസ്സ് മനസ്സിലാക്കി കൂടെ നിൽക്കുകയും ചെയ്യുകയാണ്. എന്നാൽ സങ്കടം സഹിക്കാനാകാത്ത സിബി മദ്യപിച്ച് ഒരു തോക്കുമായി ശോശയുടെ വീടിന് മുന്നിലെത്തി ബഹളമുണ്ടാക്കി. ജീപ്പിന്റെ ലൈറ്റും തകർത്തു. ബേബിയും അതേസമയം അവിടെ എത്തി. സിബിയെ കൊണ്ടുപോകാനായി ഒരുങ്ങവേ ശോശയാണെങ്കിൽ ആ ജീപ്പ് തന്റെ അച്ഛന്റെയാണ്, ചാവി അവിടെ വെക്കണം, പിന്നെ പൊട്ടിച്ച ലൈറ്റിന്റെ പൈസയും തരണമെന്ന് പറയുമ്പോൾ അത് കേട്ട് സഹിക്കാനാകാത്ത സിബി ഇനി വണ്ടി ഓടിക്കാനും കാര്യസ്ഥ പണിക്കും വേറെ ആളിനെ നോക്കാൻ പറഞ്ഞ് രണ്ടാളും വിഷമിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ആ ഒരു ദേഷ്യത്തിൽ അവരോട് അങ്ങനെ പറഞ്ഞതിൽ ശോശയ്ക്ക് നല്ല വിഷമമുണ്ടായി. ഷാരോൺ അവളോട് അങ്ങനെ നീ പറയണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ജോൺസണും അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, അവർക്ക് ഒരുപാട് വിഷമമായി കാണില്ലേ, ഇനി അവർ ഇവിടെ വരില്ലല്ലോ എന്നൊക്കെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എത്രയൊക്കെ പറഞ്ഞാലും ജോൺസണിന് ബേബിയും സിബിയും വലിയ ഇഷ്ടമാണ്. എന്നാൽ സിബിയും ബേബിയുമാണെങ്കിലോ അവരെ തിരിച്ചു വിളിക്കുമെന്ന് പ്രതീക്ഷിച്ച് മതിലിന് വെളിയിൽ കാത്തു നിൽപ്പാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ബേബിയുടെയും സിസിലിയുടെയും മിന്നുകെട്ടാണ്. അവരുടെ മാത്രമല്ല സിബിയുടെയും ശോശയുടെയും മിന്നുകെട്ട് നടക്കുകയാണ്. കുടുംബമെല്ലാം ഒന്നിക്കുന്നത് കാണിക്കുകയാണ്. മാത്രമല്ല പാപ്പന്റെ ദേഷ്യവും പിണക്കവും എല്ലാം തീർന്നു. അതോടുകൂടി സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.